മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് അതുപോലെ ഒരു ട്രാവൽ വീഡിയോ അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ JCIയുടെ മീറ്റിങ്ങിന് കാസർഗോഡ് പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഒരു വയനാട് ചാപ്റ്ററിലുള്ളൊരു മെമ്പറുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള മഹീന്ദ്രയുടെ XCV9 BE60 ഒക്കെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ വീഡിയോ ആണിത്. 2025 ആരംഭത്തിലാണ് മഹീന്ദ്ര ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മളൊരു XUV 700 ഒരു കട്ടുണ്ടെങ്കിലും ഇത് ഫുള്ളി പുതിയൊരു പ്ലാറ്റ്ഫോം ഇൻഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഫുള്ളി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 59 kW മോട്ടോർ കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 228 bhp കരുത്തും 380 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടിക്ക് നിലവിലുള്ളത്. 0 to 100 എത്താൻ വേണ്ടി 7 seconds എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത്. അവർ വണ്ടി എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വണ്ടിയുടെ അകത്ത് കയറാം, എന്നിട്ട് ഇൻറ്റീരിയറും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഫുള്ളി വൈറ്റ് കളർ ഇൻറ്റീരിയറാണ് കമ്പനി ഇപ്പോൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ ഓപ്ഷൻസ് അവൈലബിൾ ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത്. ഇതുപോലെ തന്നെയായിരുന്നു താറിൻ്റെ റോങ്സ് ലോഞ്ച് ചെയ്ത സമയത്തും കമ്പനി ആദ്യം പറഞ്ഞത് ഫുള്ളി വൈറ്റ് കളർ ഇൻറ്റീരിയർ തന്നെയായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം പുറത്ത് ചെന്നിട്ട് ആൾട്രേഷൻ ചെയ്തത്. പിന്നീട് ഇപ്പോൾ മാറ്റി കൊടുക്കാൻ തുടങ്ങി. ഇതിനകത്ത് ആ ഒരു ചേഞ്ച് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഹീന്ദ്രയുടെ തന്നെ BE60 കുറച്ചും കൂടി നല്ല വലിപ്പം കൂടിയൊരു വണ്ടിയാണ് XCV9. സീറ്റൊക്കെ ഫുള്ള് വലിയ ക്ലസ്റ്റർ അല്ലേ? ഫുള്ള് 660 കിട്ടിയല്ലേ? 560 കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ ഫുൾ ചാർജിങ്ങിന് എത്ര സമയം വരുന്നത്? നിലവിൽ 3 വേരിയൻറ്റുകളിലാണ് ഇപ്പം ഈ വണ്ടി ലഭിക്കുന്നത്. പാക്ക് 1, പാക്ക് 2, പാക്ക് 3. ഈ ഓരോ പാക്കിലും 7.2 kW ചാർജറുള്ളൊരു ഓപ്ഷനുണ്ട്, 11.2 kW ചാർജറുള്ളൊരു ഓപ്ഷനുണ്ട്. അതിനനുസരിച്ച് വണ്ടിയുടെ വില മാറുന്നുണ്ട്. ഇപ്പം നമ്മളുള്ള ഈ വണ്ടി ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇവർ ഈ വണ്ടി എടുക്കുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ ഇതിന് ഓൺ റോഡ് 37 lakhs അപ്രോക്സിമേറ്റ് അത്രയും വരുന്നുണ്ട്. നമ്മുടെ ഈ സ്ക്രീൻ ക്ലസ്റ്റർ മൊത്തത്തിലൊരു 3 സ്ക്രീനായിട്ടാണ്. മൊത്തത്തിൽ അതിനൊരു 110 cm ഒരു വലിയ സ്ക്രീനാണ്. ഒന്ന് ഡ്രൈവർക്ക് ആ സ്പീഡും കാര്യങ്ങൾക്കൊക്കെ, മറ്റേത് സെൻറ്ററിൽ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റാവും. മൂന്നാമത്തതിൽ നമുക്ക് ഇങ്ങേറ്റത്ത് പാസഞ്ചർക്ക് യൂട്യൂബ് പോലെ വീഡിയോസ് പ്ലേ ചെയ്യുക, അങ്ങനെ എല്ലാത്തിനായിട്ട് അത് ഉപയോഗിക്കാം. ഇതിന് താഴെയുള്ളൊരു ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാ ക്യാമറയിൽ നിന്നുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലുള്ള സെൽഫി വീഡിയോസും നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്കിത് വേണമെങ്കിൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലേക്കോ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഇത് എത്രയാണ് പറയുന്നത്? 200 എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു 170 180 വരെയൊക്കെ പിടിച്ചു. നമുക്ക് ഈ വണ്ടിയിൽ ഓട്ടോ പാർക്കിംഗ് അസിസ്റ്റ് കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ വിത്തൗട്ട് ടച്ചിങ്, ഹാൻഡിലൊന്നും ടച്ച് ചെയ്യാതെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ വെളിയിൽ ഇറങ്ങിയിട്ടായാലും കീ വെച്ച് തന്നെ ഇത് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആംബിയൻസ് ലൈറ്റിങ്ങും മറ്റൊരു അടിപൊളി ഫീച്ചറാണ്. ഏതാണ്ട് 264 കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആംബിയൻസ് ലൈറ്റിംഗ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലത്തെ പനോറാമിക് സൺറൂഫിൻ്റെ അതിൽ നമ്മളിവിടെ താഴെ മ്യൂസിക്കോ വീഡിയോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പ്ലേ ചെയ്യുന്ന പോലത്തെ ഒരു ഫീച്ചറും കൂടിയുണ്ട്. കാണാൻ അടിപൊളിയാണ്. കൂടാതെ ഈ താഴത്തെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻട്രൽ കൺസോളിൽ ഫുൾ 360 ഡിഗ്രി ക്യാമറ ഓണാവും. നമുക്ക് ആ വണ്ടിയുടെ ഫുൾ 360 ഓരോ സൈഡ് വ്യൂ എല്ലാം കൃത്യമായിട്ട് ഇതിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഈ വണ്ടിയിൽ മറ്റൊരു അടിപൊളി ഫീച്ചറായിട്ട് കൊടുത്തേക്കുന്നത് 1400 വാട്ടിൻ്റെ ഒരു 16 സ്പീക്കറിൻ്റെ ഹാർമൻ ഗാർഡൻ്റെ സൗണ്ട് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ നമുക്കൊരു അടിപൊളി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും വണ്ടിയുടെ ഉള്ളിൽ. ഓക്കെ, എല്ലാം 20,000 സർവീസ്. ആദ്യം 2000 അപ്ഡേഷൻ ഉണ്ടായിരുന്നു. 663 ലിറ്ററിൻ്റെ ഒരു വലിയ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒരു വണ്ടിക്കും ഇല്ല ഇത്രയും വലിയ ബൂട്ട് സ്പേസ്. അതുപോലെ എൻ്റെ ഫ്രണ്ട് സ്പേസ്, അതായത് ആ ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ അവിടെയുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരു 156 ലിറ്ററിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഗുഡ്സ് വെക്കാം. ഒരു 60 കിലോ വരെയുള്ള ഗുഡ്സ് അവിടെയും വെക്കാവുന്നതാണ്. പെർഫോമൻസ് വൈസും കംഫോർട്ട് വൈസും നല്ല അടിപൊളി വണ്ടിയാണ്. ഇതിന് ഏതാണ്ട് ഈ 37 ലക്ഷം രൂപ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.